إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി അവലംബിക്കുന്ന കലണ്ടർ അനുസരിച്ച് ഒരു വർഷം കൂടെ പൂർത്തിയാവുകയാണ്. പല നിലക്കുള്ള ആലോചനകളും സംസാരങ്ങളുമൊക്കെ നമ്മൾ ഇതിനോട് അടുത്ത് വരുമ്പോൾ കേൾക്കാറുണ്ട്. ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഏത് സംവിധാനത്തെ സംബന്ധിച്ചും കഴിഞ്ഞ ഒരു സമയത്തെക്കുറിച്ചുള്ള ആലോചന, അവലോകനം എന്നത് വളർച്ചയ്ക്ക് അനിവാര്യമായൊരു ഘടകമാണ്. അത് കച്ചവടത്തിലായാലും മറ്റു വ്യത്യസ്തങ്ങളായ മേഖലകളിലായാലും കഴിഞ്ഞതെങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുമ്പോഴാണ് തെറ്റുകൾ വിലയിരുത്തി തെറ്റുകൾ അത് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്ത് കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചു. നമ്മൾ അവലംബിക്കുന്ന ഒരു കലണ്ടർ ഒരു വർഷം കൂടെ പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ ഫലത്തിൽ നമ്മളൊരു വർഷം കൂടെ ജീവിച്ചു എന്നാണല്ല അർത്ഥം. ഒരു വർഷം സമയം അള്ളാഹു നമുക്ക് നൽകി എന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു എന്നുമാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം, അതിൻ്റെ ആ അധ്യായം, പാഠം, അതൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളത്തൊരു ദിവസത്തിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്, എന്താണ് സ്വരുക്കൂട്ടിയിട്ടുള്ളത്, എന്താണ് പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് ഓരോ വിശ്വാസിയും ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ. എന്നിട്ട് വീണ്ടും അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, തഖ്വ പാലിക്കട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരവലോകന ബുദ്ധിയോടുകൂടെ കഴിഞ്ഞൊരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു ആയുഷ്കാലത്തെ ചിന്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗിളിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നർത്ഥം. നമ്മളൊരു വർഷം കൂടെ പൂർത്തിയാക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാക്കി വെച്ചിട്ടുള്ളത്? പരലോകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അഅറാബി വന്നു. എന്നിട്ട് ചോദിച്ചു, മത്ത സാ, പ്രവാചകരെ, എന്നാണ് അന്ത്യദിനം സംഭവിക്കുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എന്ന് സംഭവിക്കുമെന്നതിനേക്കാൾ പ്രാധാന്യം മാ അഅദത്ത ലഹ, അന്നേക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഈ അവസരത്തിൽ നമ്മളും ചിന്തിക്കേണ്ടത്. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടെ പിന്നിട്ടു. 365 ദിവസം സാങ്കേതികമായി പറഞ്ഞാൽ
രാവും പകലുമൊക്കെയായി നമുക്ക് ലഭിച്ചു. അതിനെ മണിക്കൂറുകൾ ഇനിയും ഗുണിച്ചു നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ജീവിച്ചു തീർത്തു. ഈ ജീവിത കാലയളവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ചെയ്തു പോകാനും എന്തെങ്കിലുമൊക്കെ പരലോകത്തിന് വേണ്ടി ബാക്കിയാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ അടിമ എന്നോട് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിമ്മഫ്തറൽതു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അവനിൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ ആലോചന ആരംഭിക്കേണ്ടത്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഒരു അടിമ എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കുമ്പോൾ. സുന്നത്തുകൾ നിർവഹിക്കുന്നതിനേക്കാൾ ഏറെ അള്ളാഹു നമ്മളിൽ നിന്ന് ഇഷ്ടത്തോടുകൂടെ താല്പര്യപ്പെടുന്നത് നമ്മളിൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് യഥാവിധം ചെയ്യുന്നതിലാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഷഹാദത്ത് കലിമ അംഗീകരിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിസ്കാരം 5 വക്ത് നിർവഹിക്കും, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കും, സക്കാത്ത് എനിക്ക് ബാധ്യതപ്പെട്ടു വന്നാൽ ഞാൻ അത് ചെയ്യും, ഒരു ജീവിതത്തിൽ ഒരു ഹജ്ജും ഞാൻ നിർവഹിക്കും, ഇതിൽ നിന്ന് ഞാൻ ഒന്നും അധികരിപ്പിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ എന്താണ് എൻ്റെ വിധി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ്. ഈ വ്യക്തിക്ക് അത് വലിയ സന്തോഷമായി. അദ്ദേഹം ഈ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധതയോടുകൂടെ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കുമെങ്കിൽ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ ആവർത്തിച്ച് ആ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് കൃത്യമാം വിധം നമ്മൾ പാലിക്കുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ കർമ്മങ്ങൾ എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു ആലോചന നടത്തേണ്ടത്, കഴിഞ്ഞൊരു വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സ്പർശിച്ചു പോകുന്ന ഇടത്ത്, നിസ്കാരത്തിലായാലും നോമ്പിലായാലും അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലായാലുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഫർദായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ആലോചന നമുക്ക് വേണ്ടത്. നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ, അലംഭാവമൊന്നുമില്ലാതെ നിർവഹിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കണം. സമ്പത്ത് ചെലവഴിച്ചതിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എവിടെ ചെലവഴിച്ചു എന്നും ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടാതെ ഒരടിമയുടെ കാൽപാദം മുന്നോട്ട് വെക്കാൻ പരലോകത്ത് സാധിക്കുകയില്ല. ഈ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ കാണുക. അത് പണം ഒരുപാടുള്ള ആളുകൾ, ബാങ്ക് ബാലൻസ് അങ്ങനെ ഒരുപാട് നിൽക്കുന്ന ആളുകൾക്ക് പറഞ്ഞതാണ് സമ്പത്തൊക്കെ ചെലവഴിക്കുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞൊരു വർഷം നമ്മളൊരു അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് നമ്മൾ ചെലവഴിച്ചത്, ഖുർആൻ പറഞ്ഞ ഭാഷയിൽ അള്ളാഹുവിന് കടം കൊടുത്തവർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് കടം കൊടുക്കും. എങ്ങനെയാണ് അള്ളാഹുവിന് കടം കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടെ ചെലവഴിക്കുന്നത് റബ്ബിന്റെ മാർഗത്തിലുള്ള കടമാണ്. അവൻ നമുക്ക് പരലോകത്ത് മടക്കിത്തരാനുള്ള കടമാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ സമ്പത്ത് എത്ര തന്നെ കുറഞ്ഞ സമ്പാദ്യം വർഷത്തിലുള്ള ആളുകളാണെങ്കിലും ചായ കുടിക്കാൻ നമ്മൾ എത്ര ചെലവാക്കി അല്ലേ? നിർബന്ധമായ കാര്യത്തിനൊന്നുമല്ല, നമ്മൾ ചായ കുടിക്കാൻ എത്ര ചെലവാക്കി, അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര നമ്മൾ കൊടുത്തു, പരലോകത്തിന് വേണ്ടി എന്ത് നമ്മൾ മാറ്റിവെച്ചു എന്നതിനെക്കുറിച്ച് ഗൗരവമായൊരു ചിന്ത നമുക്കുണ്ടാകണം. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ പ്രത്യേകിച്ചും വലിയ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ എത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് റമദാൻ മാസം കഴിഞ്ഞ് ഇനി അടുത്ത റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചുരുങ്ങി വന്നാൽ 2 മാസം നമ്മുടെ മുന്നിൽ റമദാനിന് മുമ്പുള്ളത്. നിങ്ങളൊന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും അത് കേൾക്കുന്നതിനും എത്രയാ സമയം ചെലവഴിച്ചിട്ടുള്ളത്? ഒരു 100 തവണയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. അതിങ്ങനെ പെരുപ്പിച്ച് പറയുന്ന ഒരു കണക്കല്ല. 100 തവണ നമ്മൾ കേട്ടു എന്ന് പറയാൻ വർഷത്തിലൊരു 365 ദിവസത്തിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് 3-4 തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഒരു 100 തവണയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്ത് നമുക്ക് പറയാൻ പറ്റും? ഒരു സൂറത്ത്, ചെറുതെങ്കിലുമായ ഒരു സൂറത്ത് ഇബാദത്തിന്റെ അർത്ഥത്തിൽ ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ കേട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും എത്ര സമയം നമ്മൾ മാറ്റിവെച്ചു? ഇങ്ങനെയുള്ള ചിന്തകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകൽ അനിവാര്യമാണ്. ഇങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാവുക, പിശാച് നമ്മളെ ഭയങ്കരമായി സ്വാധീനിക്കുകയും നമ്മളെ
ഏതെങ്കിലും നിലക്ക് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തന്നെ തര്യപ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്ന് നമ്മൾ അവനേക്കാളൊക്കെ മെച്ചാണെന്നുള്ളതാണ്. ഞാൻ അവനേക്കാളും മെച്ചാണ്, എൻ്റെ ഓഫീസിലെ, എൻ്റെ അയൽപ്പക്കത്തെ, എൻ്റെ സുഹൃത്തിലെ ഇവനൊക്കെ ഉണ്ടല്ലോ, അവനേക്കാളൊക്കെ ഞാൻ മെച്ചാണ്, അവനേക്കാൾ നന്നായി നിസ്കാരം കാര്യവും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, അവനേക്കാളൊക്കെ നന്നായി ഞാൻ ഖുർആൻ ഓതുന്നുണ്ട് എന്നാണ് പിശാച് എപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. പറഞ്ഞല്ലോ ഖുർആൻ, പിശാച് നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചെയ്തികളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നല്ലതായി തോന്നിക്കും. സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ലതായി തോന്നിക്കും. ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ കാര്യമാണ് എന്ന് നമ്മളോട് പറയും. ഇത്രയൊക്കെ സമയമെങ്കിലും നീ ചെലവഴിക്കുന്നുണ്ടല്ലോ, പള്ളിയിലേക്ക് ഇപ്പോഴെങ്കിലും എത്താൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ആ പൈശാചിക ചിന്തയിൽ നിന്ന് പകഞ്ഞു മാറാൻ സാധിക്കുന്നവർക്കാണ് വിജയം. പിശാചിനെ ശത്രുവായി പ്രഖ്യാപിക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയും എന്നിട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുന്നവർക്കാണ് വിജയം. നോക്കൂ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ല. അള്ളാഹു അവന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഒന്ന് എടുത്തു പറഞ്ഞത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച യൗവനം, യുവാക്കൾ, അവർക്ക് അള്ളാഹുവിന്റെ തണലുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മൾ പറയാം, തിരക്കാണ് നമ്മളെക്കുറിച്ച്, നമ്മൾ എന്തുകൊണ്ട് നിസ്കരിക്കാൻ കൃത്യത്തിന് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഒരു ദിവസം ഒരു 4 ആയത്തെങ്കിലും പാരായണം ചെയ്യാൻ ഇന്ന് വെള്ളിയാഴ്ച പോലും നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മറുപടി തിരക്കാണ്. എല്ലാവരുടെയും മറുപടി തിരക്കാണ്. ഈ തിരക്ക് എപ്പോഴാണ് അവസാനിക്കുക? ആ തിരക്ക് അവസാനിക്കുന്നതിന്റെ സമയം പിന്നെ അള്ളാഹു ഇതൊന്നും സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കാത്തൊരു സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അവന്റെ തൊണ്ടക്കുഴിയിൽ മരണം എത്തുന്ന വേളയിൽ പിന്നെ തിരക്കൊക്കെ അവസാനിച്ചു, പിന്നെ തിരക്കൊന്നുമില്ല, പിന്നെ ആർക്കും നമുക്ക് ബാധ്യതകളില്ല, ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ നമുക്കില്ല, ആർക്കെങ്കിലുമൊക്കെ വേണ്ടി തിരക്കിട്ടുള്ള ഓട്ടങ്ങൾക്ക് പിന്നെ പ്രസക്തിയില്ല. ശരീരം മരവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിലപിക്കുന്ന ഒരു വിലാപത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഒരു അണുമണി നിമിഷം, കുറഞ്ഞ സമയം എന്നൊന്ന് മടക്കി തന്നാൽ വിട്ടുപോയതൊക്കെ ചെയ്തോളാം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് മനുഷ്യന്റെ തിരക്കൊക്കെ സത്യത്തിൽ അവസാനിക്കുക. എല്ലാ തിരക്കും അവസാനിച്ചിട്ടല്ല നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കേണ്ടത്, മറിച്ചോ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതിന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. എങ്ങനെയാണ് ദിവസം ക്രമീകരിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചുള്ള കൃത്യമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഒറ്റ കുടുംബമേ ഉള്ളൂ, ഒരു ഭാര്യയേ ഉള്ളൂ. ഏറി വന്നാൽ 2 ഭാര്യമാരാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു. നമുക്കൊരു വീടും ചെറിയ കച്ചവടമൊക്കെ നിയന്ത്രിക്കാനുള്ള കഷ്ടപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ആത്മീയ സാമ്രാജ്യത്തിന്റെയും ഭൗതിക സാമ്രാജ്യത്തിന്റെയും നേതൃത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ സമയമില്ല എന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്തിന്റെയും സാമ്പത്തിക ലഭ്യതയുടെയും ഒന്നുമല്ല പ്രശ്നം നമ്മുടെ മുൻകരുതലുകൾക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മുൻതൂക്കങ്ങൾക്കാണ്, പ്രയോറിറ്റികൾക്കാണ്. നാളത്തേക്ക് എന്ത് ചെയ്തു വെച്ചു എന്ന പരിശോധന നടത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം, ഓരോ ദിവസവും അവസാനിക്കുമ്പോഴുള്ളൊരു പുനരാലോചനയുണ്ടല്ലോ. ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞതുപോലെ ഓരോ ദിവസവും വിളിച്ചു പറയുന്ന ഒരു സാങ്കല്പികതയെക്കുറിച്ച് ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഇതൊരു പുതിയ സൃഷ്ടിയാണ്, ഇതൊരവസരമാണ്, നിനക്ക് ജീവിക്കാൻ അള്ളാഹു തന്നിട്ടുള്ള ഒരു അവസരമാണ്. ഈ അവസരത്തെ നീ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കോ, ഫശ്ഹദ്, ഞാൻ നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിരിക്കും. ഓരോ ദിവസം ഇങ്ങനെ അവസാനിച്ചു പോകുമ്പോൾ നമ്മളൊരു ആലോചന നടത്തേണ്ടത്, ഇന്നെന്ത് നാളേക്ക് വേണ്ടി ചെലവഴിച്ചു, പരലോകത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചു, എന്തെങ്കിലുമൊക്കെ പുതുതായി ചെയ്യാൻ നമുക്ക് സാധിച്ചോ, എന്തെങ്കിലുമൊക്കെ നിലനിർത്തുന്ന കർമ്മങ്ങളായി ചെയ്യാൻ നമുക്ക് സാധിച്ചോ, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അടിസ്ഥാന കാര്യങ്ങളിൽ നിർബന്ധമായ ബാധ്യതകൾ വീടാൻ നമുക്ക് സാധിച്ചോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സമയം കൂടെയാണ് നമ്മുടെ ജീവിതക്രമം അനുസരിച്ച്. അപ്പോൾ പ്രത്യേകിച്ചും ആലോചനകൾ ഉണ്ടാകണം. അതിന് റമദാനിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്തു നിൽക്കരുത്. തൗബ ചെയ്യാനും പാപങ്ങൾ വന്നുപോയത് അള്ളാഹുവിനോട് ഏറ്റുപറയാനും നമ്മൾ റമദാൻ കാത്തു നിൽക്കരുത് എന്നത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. എത്രയെത്ര തിന്മകൾ ആരും കാണുന്നില്ല എന്ന ഉറപ്പിൽ രാത്രി സമയം നമ്മൾ ചെയ്തിട്ടുണ്ട്. രഹസ്യമായി നമ്മൾ എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ട്. രഹസ്യമായി 1 രൂപയെങ്കിലും നമ്മൾ സമ്പത്തിൽ നിന്ന് ദാനധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. രഹസ്യമായി ഒരു രാത്രിയെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? രഹസ്യമായി നമ്മൾ ചെയ്ത തിന്മകളുടെ പരമ്പരകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ നിലയുണ്ട്, ആരും കാണുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു വിശ്വസിക്കുന്ന പല തിന്മകളുമുണ്ട്. അത് നമ്മൾ തന്നെ വേട്ടയാടുന്നുമുണ്ട്. ആ വേട്ടയാടുകൾക്ക് മറുപടിയാണ്, അല്ലെങ്കിൽ മറുമരുന്നാണ് രഹസ്യമായി എന്തെങ്കിലും ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഒരു റക്അത്തെങ്കിലും ആരും അറിയാതെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു സമാധാനം നമുക്കുണ്ടാകും.
രഹസ്യമായി അത്തരം ചില കർമ്മങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പ്രത്യേകമായും നമ്മൾ ശ്രദ്ധ പുലർത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറും തൗബയുമാണ് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആലോചനയുടെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ ആകരുത്. കർമ്മങ്ങളെക്കുറിച്ച് പുനരാലോചന നടത്തുമ്പോൾ നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ ആകരുത്. ഏവരെ പോലെ നസുല്ലാ, അവർ അള്ളാഹുവിനെ മറന്നിട്ടുണ്ട്. അവരവരുടെ ക്രയവിക്രയങ്ങൾ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. യഥാർത്ഥത്തിൽ അൻസാഹും അംഫുസഹും, അവർ മറന്നു കളയുന്നത് അള്ളാഹുവിനെ അല്ല, അവരെ തന്നെയാണ്, നമ്മളെ തന്നെയാണ്, നമ്മളെ പരലോകത്തെയാണ് നമ്മൾ മറക്കുന്നത്. നമ്മുടെ നിരന്തരമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു ജീവിതത്തെയാണ് നമ്മൾ മറക്കുന്നത്, അല്ലാതെ അള്ളാഹുവിനെ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് പോകുന്ന ഒരു രൂപത്തിലല്ല നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. മറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? തന്ന സമയത്ത് എന്തൊക്കെയൊക്കെ ചിലത് നന്മകളായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് നിർബന്ധമായ ബാധ്യതകൾ അത് സമ്പത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ആരോഗ്യത്തോടുണ്ട്, അള്ളാഹുവിനോടുണ്ട്. ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും നിർവഹിക്കേണ്ട നിർബന്ധ ബാധ്യതകൾ അത് നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത്. ആ ചെക്ക് ബോക്സുകൾക്കാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് ടിക്കറ്റ് പോകേണ്ടത്. അതുപോലെ ഇസ്തിഗ്ഫാറുകളും തൗബയും വർദ്ധിപ്പിക്കാനാണ്. അത് മരണത്തോട് അടുക്കുന്ന വേളയിൽ നമുക്കുണ്ടെന്ന വിലാപത്തിന് സമയം ആർത്ത് വിളിച്ച് തൗബ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത്തരം തൗബകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പോയിന്റ് എത്താൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കാൻ പാടില്ല. രാവിലെ നമ്മൾ പറയും രാത്രിയാകട്ടെ, ഇന്ന് മുതൽ തുടങ്ങണം, ഇന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ആളുകൾ നമ്മളെപ്പോഴും വിചാരിക്കുക. ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, ഏതായാലും ഡിസംബർ ഇത്ര വരെ ആയല്ലോ, ഇനി ജനുവരി 1 മുതൽ അങ്ങോട്ട് തുടങ്ങണം. ഈ ദിവസത്തെക്കുറിച്ച് ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഗ്യാരണ്ടി തന്നത്? എപ്പോഴും നമ്മൾ പറയുന്ന ന്യായമാണ്, നമുക്ക് ജീവിക്കണ്ടേ, അല്ല എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ ജീവിക്കണ്ടേ, മനുഷ്യന്മാർക്ക് ആസ്വദിക്കണ്ടേ. പണം സമ്പാദിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പരിധികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ ആളുകൾ പരസ്പരം പറയാം, പിന്നെ ജീവിക്കണ്ടേ എന്നാണ്. സഹോദരങ്ങളെ, മരിക്കണ്ടേ? മരണത്തിന് ശേഷം പിന്നെയും ഒരു ജീവിതമുണ്ട്, അവിടെ നമുക്ക് ജീവിക്കണ്ടേ? അതിനെക്കുറിച്ചല്ലേ ഖുർആനും ഹദീസും നമ്മളോട് നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആർക്കാണോ അഹ്സനു അമലായി ചെയ്യാൻ സാധിച്ചത് അവർക്കാണ് വിജയമെന്നല്ലേ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. അപ്പൊ അവിടെ നമുക്ക് ചില പ്രയോറിറ്റികൾ കൊടുക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് സമയം ഇങ്ങനെ നീട്ടി വെക്കുക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞൊരു വർഷം എത്ര പെട്ടെന്നാണ് നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ, ആഴ്ചകൾ അങ്ങനെ പോയി. ആ ഒരു വർഷത്തിനിടയിൽ തന്നെ നമ്മളിടയിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എത്ര ആളുകളാണ്? സാമ്പത്തികമായി ഒരു നിലക്കും വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങളിലേക്കും താഴ്ചയിലേക്കും പോയവർ എത്രയാണ്? ഇങ്ങനെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലേക്ക് തള്ളപ്പെട്ടു പോയവർ എത്ര പേരാണ്? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എത്താൻ ഒരു പോയിന്റിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ അവിടെ എന്താണ് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. മലക്കുകളാണോ മുഅ്മിനീങ്ങളാണോ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠമെന്ന ചർച്ചയിൽ മനുഷ്യരാണ് അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് പറഞ്ഞ ന്യായം, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതം എന്താണ്? ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു കൽപ്പിച്ച കാര്യത്തിന് ഒരു വിരുദ്ധമായി ചെയ്യാൻ, അനുസരണക്കേട് കാണിക്കാൻ അവർക്ക് പ്രകൃതിപരമായി തന്നെ കഴിയില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ അവരുടെ ദേഹേച്ഛയെ മറച്ചുവെച്ച് ദേഹേച്ഛയോട് പൊരുതി ജിഹാദ് ചെയ്താണ് അവരുടെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് ചില വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ആ അർത്ഥത്തിലാണ്. സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിനാണ് ശ്രേഷ്ഠത. ഉള്ള സമ്പത്തിൽ നിന്ന് 100 മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അതിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം. ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എല്ലാം അടങ്ങിയും എല്ലാം അവസാനിച്ചും എല്ലാ തിരക്കുകളും കഴിഞ്ഞും ഒറ്റപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില തേട്ടങ്ങൾ അത് അത്ര കണ്ട് ആത്മാർത്ഥമല്ല, നിവൃത്തികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തിൽ നിന്ന് മാറ്റിവെക്കുക. സമയമുള്ള സമയത്ത്, ഇല്ലാത്ത സമയത്ത്, അങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ ഓടുന്ന സമയത്ത് ചിലത് നമ്മുടെ സ്വന്തത്തിനു വേണ്ടി സ്വാർത്ഥതയോടുകൂടെ മാറ്റിവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ആരോഗ്യവും ഒഴിവ് സമയവും അത് വല്ലാത്ത അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. പല ആളുകളും വഞ്ചിതരായി പോകുന്ന 2 വിഭവങ്ങളാണ് എന്നുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവും കഴിഞ്ഞ നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് എതിരെയാണോ സാക്ഷി പറയുക, അതല്ല നമുക്ക് അനുകൂലമായിട്ടാണോ സാക്ഷി പറയുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത്? നമ്മുടെ ഒഴിവ് സമയം അതാർക്കും ഉപകാരമില്ലാത്ത രൂപത്തിൽ അങ്ങനെ
പിന്നെ മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ നിന്ന് മാറി മാറി പോകുന്ന വിശ്വ സൗന്ദര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വരൂപങ്ങൾക്ക് തമാശകൾക്ക് വഴിപ്പെട്ട് അങ്ങനെ പോയോ? വെറും കളിയും തമാശയും ചിരിയും മാത്രമായി പോയോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെക്കുറിച്ച് വല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. ഇക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം ദിക്റ ഹാദിമിൻ ലസ്സാത്ത്, എല്ലാ അനുഭവങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളഞ്ഞ് മരണമെത്തുന്ന ഒരു സമയത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വീഴ്ച വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിനോട് യഥാസമയം പറഞ്ഞും ഏറ്റുപറഞ്ഞും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ, സമ്പത്തിൽ നിന്ന് ചിലതെങ്കിലും ആരോഗ്യത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒക്കെ പരലോകത്തിന് വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തും വിധം നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ നമുക്ക് സമാധാനിക്കാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുന്ന സമയങ്ങളെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളും മാനസികമായ ഒരുക്കങ്ങളും അതിന് ഈ വർഷം കഴിയാനൊക്കെ നമ്മൾ കാത്തു നിൽക്കരുത്. കാരണം ആരൊക്കെ വർഷം കഴിയാൻ പൂർത്തിയാക്കും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് വിവരമില്ലല്ലോ. നോക്കൂ, കഴിഞ്ഞൊരു വർഷം നമ്മുടെ ആഫിയത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ അനുഗ്രഹത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതെ പോകുന്നത് ഒരു പക്ഷേ നമ്മളെ തന്നെ നോക്കി വിലയിരുത്തുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തെ ബോധ്യപ്പെടണമെങ്കിൽ താഴേക്ക് നോക്കണം. ഇത്ര തന്നെ പ്രയാസം, പിന്നെ ഇതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കണം. അല്ലേ, നമ്മുടെ പിന്നെ ചുറ്റുപാടിലേക്കും പുറന്നപ്പുറത്തല്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന വാർത്തയും വിവരങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും വീക്ഷിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങളിൽ ഒരാൾ ഒത്തു വന്നാൽ അവനെ സംബന്ധിച്ച് കഅന്നഹു ഹീസത്ത് ലഹു ദുനിയ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയതിനെ പോലെ അനുഗ്രഹപൂർണ്ണനാണ്. എന്തൊക്കെ 3 കാര്യം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുആഫൻ ഫീ ജസദിഹി, അവന്റെ ആരോഗ്യം, അന്നത്തെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാനുള്ള ആരോഗ്യം അവനുണ്ട്. അതുപോലെ തന്നെ ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം ചെലവഴിക്കാനുള്ള കാര്യങ്ങൾ അവന്റെ അരികിലുണ്ട്. അതുപോലെ തന്നെ ആരെയും ഭയപ്പെടാത്ത രൂപത്തിൽ നിർഭയത്വം അതും ഒരു മനുഷ്യനുണ്ടെങ്കിൽ കഅന്നഹു ഹീസത്ത് ലഹു ദുനിയ, അവൻ ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊട്ടടുക്കിലുള്ള കിടന്നുറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഉപ്പയും ഉമ്മയും ഇല്ലാതെ പോയവർ, ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറിഞ്ഞു പോകുന്ന കഴിഞ്ഞൊരു വർഷത്തെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ദുരന്തങ്ങളായും അക്രമങ്ങളായും പീഡനങ്ങളായും ആക്സിഡന്റുകളായും എത്ര പെട്ടെന്നാണ് യുവാക്കൾ അടക്കമുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക. അതിനിപ്പോൾ പിന്നെ പ്രത്യേകം ഒരുങ്ങി പുറപ്പെട്ട് ആരും യാത്ര നടത്താറില്ലല്ലോ. ഒരു ആക്സിഡന്റിന് വേണ്ടി ആരും അതിനുവേണ്ടി പ്രത്യേക യാത്ര നടത്താറില്ല. ജീവിതക്രമത്തിൽ അങ്ങനെ ക്രമീകരിച്ച് അങ്ങനെ പിന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ എവിടെയോ ആണ് അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനമാക്കി വെച്ചിട്ടുള്ള വിധികൾ സംഭവിക്കുക. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറ്റബോധത്തെക്കാൾ അപ്പുറം അതിന് മുന്നേ തന്നെ ഒരുങ്ങുക അല്ലെങ്കിൽ തയ്യാറെടുക്കുക, അത് ബോധ്യമുണ്ടാവുക എന്നതിലാണ് പ്രധാനം. കഴിഞ്ഞൊരു വർഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷം ആഫിയത്തോടുകൂടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം ഒരാളെ അവലംബിക്കാതെ നമ്മളെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിർഭയത്വത്തോടുകൂടെ രാവിലെ എഴുന്നേൽക്കാനുള്ള അവസ്ഥ നമുക്ക് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം മുഴുവൻ കഅന്നഹു ഹീസത്ത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ കിട്ടിയവരെ പോലെയാണ് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു ബോധം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക നിർബന്ധമാണ്. ലൈൻ ശകർത്തും ലഅസീദന്നഹും, നിങ്ങൾ അള്ളാഹുവിന്റെ ഇത്തരം അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും. വർദ്ധിപ്പിച്ച് നൽകുക എന്നത് വിഭവങ്ങളല്ല, ബറക്കത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതല്ല, ആ നന്മകളെ, ആ ശുക്റുകൾ, പിന്നെ നിഅമത്തുകൾ മനസ്സിലാക്കാൻ പോലും അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും ഒരു പരീക്ഷണം വരണമെന്ന അവസ്ഥയിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമ്മൾ പേടിക്കണം അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ തനിയം ബിത്തഖ്വല്ലാഹ്. പൊതുവെ എല്ലാ കാര്യങ്ങളും ആഘോഷമാക്കുക എന്നിടത്താണ് പുതിയ കാലത്ത് ഒരു ചിന്തയും രീതിയും ഒക്കെ ഉള്ളത്. എന്തോ ആഘോഷിക്കലാണ്. ഒരാൾ ഒരു ജോലിക്ക് പുതിയതായി കയറിയാൽ അതൊരു ആഘോഷമാണ്, അവിടുന്ന് പോകുമ്പോൾ അതൊരു ആഘോഷമാണ്, അത് ഒരു മാസമായാൽ അതൊരു ആഘോഷമാണ്, ഒരു വർഷമായാൽ പിന്നെ അത് വേറൊരു ആഘോഷമാണ് എന്നിങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കെട്ടിപ്പടഞ്ഞ് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ത്വരയാണ് ഉള്ളത്. ഇപ്പോൾ നോക്കൂ, വിവാഹം എന്നൊക്കെ പറയുന്നത് മുമ്പ് ഒരു ദിവസം ഒരു ദിവസം ഇനി ഏറിപ്പോയാൽ കുടുംബാംഗങ്ങളുടെ ഒരു പിന്നെ സൗകര്യാർത്ഥം ഒരു 2 ദിവസം 3 ദിവസമൊക്കെയുള്ള പരിപാടിയായിരുന്നെങ്കിൽ ഇന്നതിങ്ങനെ എത്ര പുതിയ പരിപാടികളാണ് വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ.
ഇപ്പം ഇന്നലെ മിന്നാന്ന് പിന്നെ ഒരു കല്യാണത്തിൽ കണ്ട ഒരു പാകിസ്ഥാനി നൈറ്റ് എന്നാണ് ആ ദിവസത്തിന്റെ പേര്. എന്താ 4 ദിവസം 5 ദിവസം മുമ്പൊക്കെ പിന്നെ എന്താ അണഞ്ഞൊരുങ്ങുക, എന്നിട്ട് പണം അങ്ങനെ ചെലവഴിക്കുക, ആഘോഷിക്കുക, ഇങ്ങനെയാണ് എല്ലാ രംഗത്തും ഉള്ളത്. രാത്രി ഇപ്പോൾ ആളുകൾക്ക് ഉറങ്ങുക എന്നതിനേക്കാളും പ്രിയം ഇങ്ങനെ ചിറ്റടിക്കാനും, അത് എപ്പോഴെങ്കിലും ഒക്കെ ഒരു പക്ഷേ മനുഷ്യന്റെ ഒരു ആസ്വാദനമൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതന്നെയാണ് മനുഷ്യരുടെ ചിന്തയും അവരുടെ ലൈഫ് സ്റ്റൈലും. രാത്രി ഇങ്ങനെ ഹയാത്താക്കുക, എന്നിട്ട് രാവിലെ അതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ ചിന്തകളൊന്നുമില്ല. ഏതൊക്കെയോ 4-5 ആളുകൾ അവർക്ക് അങ്ങനെ രാത്രി അവർ ചെയ്യുന്ന വീഡിയോകൾ കൊണ്ട് പണം കിട്ടും. അതിങ്ങനെ കണ്ട് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ, യുവാക്കളടക്കം എല്ലാവരും അതിനെങ്ങനെ ഒരു കുത്തൊഴുക്കിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോക്കിന്റെ അപകടമാണ് എല്ലാ സ്ഥലത്തും ആഘോഷിക്കുക, എന്നിട്ട് ആ ആഘോഷങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതക്രമം അങ്ങനെ മുന്നോട്ട് പോവുക. അതിന്റെ തന്നെ ഭാഗമാണ് ഒരു പിന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഘോഷം. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കും എന്നതിനെക്കുറിച്ചും ആ ദിവസത്തിൽ ചെലവഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിറ്റഴിക്കപ്പെടുന്ന ലഹരിയുടെ കണക്കൊക്കെ വരാനിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും ഒരു പിന്നെ ആലോചന നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ ആയുസ് കുറഞ്ഞു വരുന്നത് എന്നതിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ ആഘോഷങ്ങളൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്തയും, അത് ഏത് തരം ആഘോഷമായാലും, അത് സ്ഥാപനത്തിലുള്ള ആഘോഷമാകട്ടെ, വീട്ടിലാകട്ടെ, കുടുംബക്കാർക്കിടയിലാകട്ടെ, സുഹൃത്തുക്കൾക്കിടയിലാകട്ടെ, നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഒരാഘോഷം തുടങ്ങി അത് അവസാനിപ്പിക്കുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മളങ്ങനെ തുടങ്ങിയ പോലെ തന്നെ ആരോഗ്യത്തിൽ അവസാനിപ്പിച്ചു പോകുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. കഴിഞ്ഞൊരു വർഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഒരു വാർത്ത നമ്മൾ കേട്ടല്ലോ, വളരെ പ്രയാസത്തോടു കൂടെ കൺസേർട്ട് നടക്കുന്ന പിന്നെ ഒരു പിന്നെ ഗാന പരിപാടി നടക്കുന്നിടത്തേക്ക് ആളുകൾ കുത്തിച്ചിരി കയറി എല്ലാവരും കൂടെ പിന്നെ ഇടപെട്ടപ്പോൾ തിരക്കിൽ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോവുകയുണ്ടായി. അല്ല, നോക്കൂ, ആ ആഘോഷത്തിന് ഇറങ്ങി പുറപ്പെടുന്ന അവസ്ഥയിലല്ലല്ലോ പലരും മടങ്ങിപ്പോകുന്നത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഏത് ഘട്ടത്തിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഒരാഘോഷ രംഗത്തേക്കും സാഹചര്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മളെ മറപ്പിച്ച് കളയാൻ ഒരുപാട് ഘടകങ്ങൾ ഉള്ളിടത്ത് കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ നമുക്കുണ്ടാക്കണം. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ സ്ഥലത്തും മതമുള്ളതുപോലെ അവിടെയും ഉണ്ട്, മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ അത് ഉപദേശിക്കുന്നവർക്കോ നിർദ്ദേശിക്കുന്നവർക്കോ മിമ്പറിൽ നിന്ന് പറയുന്നവർക്കോ ഒന്നും കിട്ടിയിട്ടല്ല, മറിച്ച് നമ്മളൊക്കെ പരലോകത്തെയാണ് ആത്യന്തികമായി ഇത് ബാധിക്കുക എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് പിറക്കാം. എന്താ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പുതിയ വർഷത്തിലേക്ക് പോകുമ്പോഴുള്ള മാറ്റം? ജീവിതത്തിൽ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ മാറ്റം ഉണ്ടാകാം. അത് ആഘോഷിക്കാൻ എന്താണ് അതിലൊരു ആഘോഷത്തിന്റെ ഫാക്ടർ ഉള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. അത്തരം ചിന്തകൾ ഉൾക്കൊള്ളേണ്ട നമ്മൾ തന്നെ ആളുകൾ ഒപ്പം കൂടി മുന്നോട്ട് പോവുക എന്നത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ഒഴുക്കിനൊപ്പം പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്, പരലോകത്ത് നരകത്തിലെത്തിയ ആളുകൾ പിന്നെ വിലപിക്കുന്ന സമയത്തിനിടയിൽ അവർ പറയുമെന്നാണ്, വകുന്നാ നഖൂദു മഅൽ ഖാഇലീൻ, ഞങ്ങൾ ആ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ പോകുകയായിരുന്നു. കുന്നാ നഖൂദു മഅൽ ഖാഇലീൻ, എല്ലാ വിധത്തിലുമുള്ള ചപ്പും ചണ്ടി ചവറുകളും ഒക്കെ പോകുന്നതിനിടക്ക് കൃത്യമായ ധാരണയും ആദർശ ബോധവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒഴുകിപ്പോകുകയായിരുന്നു. ആ ഒഴുകിപ്പോക്കിനിടക്ക് സമ്പത്ത് പിന്നെ ഹറാമായി സമ്പാദിച്ചിട്ടുണ്ട്, പിന്നെ ബന്ധങ്ങളിൽ ഹറാമുകൾ ഉണ്ടായിട്ടുണ്ട്, നോട്ടങ്ങളിൽ ഹറാം ഉണ്ടായിട്ടുണ്ട്, ആസ്വാദനങ്ങളിൽ ഹറാം ഉണ്ടായിട്ടുണ്ട്, വേഷവിധാനങ്ങളിൽ ഹറാം ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഗൗരവപരമായി ചിന്തിക്കാതെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോയവർ നരകത്തിലാണ് എത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ പറയുന്നത് ഖുർആനും ഹദീസും അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ്. ആ വിശ്വാസ ചിന്തയിൽ നിന്നാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണേണ്ടത്. അവിടെ ഒരു പുതിയ വർഷം ജനിക്കുന്നിടത്തോ ഒരു പുതിയ ദിവസം ഉണ്ടാകുന്നിടത്തോ പുതിയ ആഴ്ച ഉണ്ടാകുന്നിടത്തോ ഒന്നും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ ആഘോഷിക്കാനുള്ള വകുപ്പുകളോ ഇല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം അതിന്റെ പേരിൽ ഒരു ആശംസാ കൈമാറ്റം, അതിന്റെ പേരിൽ ഒരു പിന്നെ സ്റ്റാറ്റസ് ഇടൽ, ഇതൊക്കെ ഏത് ഗണത്തിൽ വരുമെന്നതിനെ കുറിച്ച് ആത്യന്തികമായി നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ ഏത് വശത്തെ മലക്കുകളാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ പരലോകത്തിന് നന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ചും ബഹുമാന്യനായ ഹാരിസ് മൗലവി നമുക്കൊക്കെ സുപരിചിതനാണ്. അദ്ദേഹം ഒരു പ്രയാസത്തിൽ ഒരു രോഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടു. അള്ളാഹു അദ്ദേഹത്തിനടക്കം പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ ഈമാനോടെ സ്വബറോടെ അത്തരം സന്ദർഭങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.